എടപ്പള്ളിക്കടുത്ത് മഞ്ഞുമലിൽ ഒരു പീസ്ഫുൾ റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു 3 BHK ഹൗസ്. ഈ വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ബോക്സി എലിവേഷനോട് കൂടിയാണ് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. 4.3 മീറ്റർ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. 2 വീടുകളാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. അതിലെ ആദ്യത്തെ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത്. 4.6 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് ഇവിടെയായിട്ടാണ് ഒരു കാർ പാർക്കിംഗ് സൗകര്യം ഉള്ളത്. 14 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ കാർ പാർക്കിങ്ങിൽ തന്നെയാണ് ഒരു വാട്ടർ ടാങ്കും നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഈസ്റ്റ് സൈഡാണ് ഇത്. 6.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലാണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. മെറ്റൽ ചിപ്സ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലാണുള്ളത്. 4.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈ ഒരു ഏരിയ വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് നൽകിയിരിക്കുന്നു. ഫ്ലോറിംഗ് ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് കൂടി നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലാണുള്ളത്. 2.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന പില്ലർ ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 5 അടി നീളവും 4 അടി വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ പ്രധാന വാതിൽ കിഴക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. മഹാഗണി ഒറ്റപ്പാളിയായിട്ടാണ് ഇവിടെ ഈ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 13 അടി നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഗ്ലോസി വൈറ്റ് ടൈൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് നോർത്ത് സൈഡാണ്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റിലേക്കും വലിയ 3 ഡോർ വിൻഡോ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ നൽകി സീലിംഗ് ഫാനോട് കൂടിയാണ് ഈ ഒരു ലിവിംഗ് റൂം ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് വരാം. 11 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റ് ഡൈനിങ് ടേബിൾ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് സൗത്ത് സൈഡാണ്. ഇവിടെയായിട്ട് ഒരു 4 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗം ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് ഈ ഒരു വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഇങ്ങനെ ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചണിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 13 അടി നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്.
ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. 11 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈ ഒരു വാൾപേപ്പറൊക്കെ നൽകി വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. ഇത് നോർത്ത് സൈഡാണ്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ നൽകി സീലിംഗ് ഫാനോട് കൂടിയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഈ ഒരു ബാത്റൂമിന് ഹീറ്ററിൻ്റെ പോയിന്റ് ഉൾപ്പെടെ എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS-ലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് ധാരാളം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 13.5 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ട് ചെറിയൊരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൂടി നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി വരുന്നത് ഈ ഒരു അപ്പർ ലിവിങ്ങിലേക്കാണ്. അപ്പർ ലിവിങ്ങിൻ്റെ ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു സ്റ്റഡി ടേബിളിനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. 11 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈ ഒരു വാൾപേപ്പർ നൽകി മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നോർത്ത് സൈഡാണ്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ നൽകി സീലിംഗ് ഫാനോട് കൂടിയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12 അടിയിലേറെ നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈ ഒരു ടെക്സ്ചർ വർക്ക് നൽകി വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഈസ്റ്റ് സൈഡും ഇത് നോർത്ത് സൈഡുമാണ്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ബാൽക്കണി വരുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നാണ് ഈ ഒരു ഓപ്പൺ ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. 10.5 അടിയിലേറെ നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. 9.5 അടി നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഈ ഒരു കോർണറായി വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ബസ് റൂട്ടിലേക്ക് 1 കിലോമീറ്റർ, കണ്ടെയ്നർ റോഡിലേക്ക് 1.5 കിലോമീറ്റർ, നാഷണൽ ഹൈവേയിലേക്ക് 2 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 5.5 കിലോമീറ്റർ, സെൻറ് ജോസഫ് ഹോസ്പിറ്റലിലേക്ക് 1 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് 4.5 കിലോമീറ്റർ, കാക്കനാടേക്ക് 9.5 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്റർ, ആശ്രം മെഡിസിറ്റിയിലേക്ക് 5 കിലോമീറ്റർ, അമൃത ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്റർ, എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്.
3 സെന്റ് 250 ലിങ്സ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 73 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.